എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറും കറിയുമല്ലേ കഴിക്കുന്നത്. ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചോറിനൊന്നും മാറ്റാനില്ല കേട്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ആദ്യം ഒരു തക്കാളിയും സവാളയും കുറച്ച് മല്ലിയിലയും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അമ്മ ചോറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേറൊരു രീതിയിലേക്ക് മാറ്റാൻ പോവാണല്ലോ. അതിന് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തക്കാളി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. ഇതുപോലെ ഒരു പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി മസാലയാണ്. പട്ടയും കുരുമുളകും ഏലക്കായുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ അതുകൂടി ചേർത്തു കേട്ടോ. ഇതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുവിധം വാടി വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഗരം മസാലപ്പൊടി കൂടി ഉണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ, നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചോറ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലാക്കി 2 തക്കാളിയാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് നമ്മൾ ചോറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതുപോലെ കുറച്ച് സവാളയും ഇത്തിരി ഉപ്പും കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയെടുത്തു കേട്ടോ. കൂടെ ഒരു പപ്പടവും കൂടി ചേർത്തിട്ട് അങ്ങ് കഴിച്ചു. ആഹാ, അടിപൊളി. അപ്പോൾ സംഭവം എൻ്റെ സ്റ്റൈലിലുള്ള തക്കാളി ചോറാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ടും പറ്റും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കഴിച്ച് മടുക്കുന്നവർക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അധികം കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഒരു തക്കാളി മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.